നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മത്സ്യബന്ധനത്തിനിടെ വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും നീണ്ടകരയിലും കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും. മുതലപ്പുഴയിൽ കാണാതായ ഷിജിനായി സ്കൂബ ഡൈവേഴ്സ് എത്തിയത് ഉച്ചയ്ക്ക്. നീണ്ടകര ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ തസ്നിമ ബീഗത്തിന് സ്ഥലം മാറ്റം. നീക്കം കാണാതായ ഗൗതം കൃഷ്ണയുടെ അമ്മയുമായി നടന്ന ചർച്ചയ്ക്കിടെ നടത്തിയ പരാമർശത്തിൽ. വിഴിഞ്ഞത്ത് ഉൾക്കടലിൽ വള്ളം മറിഞ്ഞ് ഒരാളെ കൂടി കാണാതായി. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും തീവ്ര മഴ മുന്നറിയിപ്പ്. 7 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പ് കാര്യക്ഷമമല്ലെന്നും ദുരന്തമുഖത്ത് ജനം പകച്ചു നിൽക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ്. പ്രളയം നേരിടുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയമെന്ന് മുൻ മന്ത്രി VN വാസവൻ. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളമൊഴുക്കുന്നു. കാസർഗോഡ് LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ സ്വാതന്ത്ര്യദിന ക്വിസിലെ ചോദ്യോത്തരം വിവാദത്തിലേക്ക്. VD സവർക്കറെ പുകഴ്ത്തിയുള്ള വിവാദ ചോദ്യോത്തരത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ. തെറ്റായ ചരിത്രം പ്രചരിപ്പിക്കുകയാണെന്ന് AKM അഷ്റഫ് MLA. സവർക്കറെ ദേശസ്നേഹിയാക്കുന്നത് RSS BJP അജണ്ടയെന്ന് MK മുനീർ. വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ചാത്രോം കി ഗൂഞ്ച് പരിപാടിക്ക് എതിരെ വിമർശനവുമായി ശശി തരൂർ. ഡെറാഡൂണിലും കോട്ടയിൽ നടത്തിയ ക്യാമ്പയിൻ പരാജയം. വിദ്യാർത്ഥികളെ പിന്തുണ നേടിയത് CJP. കോൺഗ്രസിന് എവിടെയാണ് വീഴ്ച പറ്റിയതെന്ന് പരിശോധിക്കണമെന്നും തരൂർ. രാജ്യതലസ്ഥാനത്ത് പ്രക്ഷോഭങ്ങൾക്ക് വേദിയാകുന്ന ജന്തർ മന്ദർ പ്രദേശം അടച്ചിടുന്ന കാര്യം എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്ന് ഡൽഹി ഹൈക്കോടതി. ശബരിമല നെയ്യ് ക്രമക്കേട് കേസിൽ മിൽമയ്ക്ക് ടെൻഡർ റദ്ദാക്കി കരാർ നൽകിയതിലൂടെ ദേവസ്വം ബോർഡിന് 2,27,00,000 രൂപയുടെ നഷ്ടമുണ്ടായെന്ന് വിജിലൻസ് FIR. PS പ്രശാന്തിനെയും അജികുമാറിനെയും ഉടൻ ചോദ്യം ചെയ്യും. അന്വേഷണം കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക്. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്ന് ദേവസ്വം മന്ത്രി K മുരളീധരൻ. മുഖ്യമന്ത്രിയെ പൊതുമധ്യത്തിൽ അപമാനിച്ചുവെന്ന് അർജുൻ നായകിക്കെതിരെ വീണ്ടും കേസ്. തൃശൂർ കേന്ദ്രീകരിച്ച് തിരച്ചിൽ ഊർജിതം. അർജുൻ എടപ്പാളെത്തിയ ദൃശ്യങ്ങൾ പുറത്ത്. ഒളിവിൽ കഴിയാൻ സഹായം നൽകിയ 4 പേർ മലപ്പുറത്ത് അറസ്റ്റിൽ. സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളുമായി അർജുൻ സജീവം. മുട്ടിനു വെടിവെച്ചാലും മുട്ടുകുത്തില്ലെന്നും തന്നെ ഇങ്ങനെയാക്കിയത് സിസ്റ്റമെന്നും അർജുൻ നായകി. മത്സ്യബന്ധനത്തിനിടെ അപകടത്തിൽപ്പെട്ട് കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ 9ാം ദിവസവും തുടരുകയാണ്. മുതലപ്പുഴയിൽ കാണാതായ ഷിജിനായി പുലർച്ചെ മുതൽ സ്കൂബ ഡൈവേഴ്സിനെ ഉൾപ്പെടുത്തി തിരയുമെന്ന സർക്കാർ വാഗ്ദാനം പാഴായി. ഉച്ചയോടെയാണ് സ്കൂബ ടീം തെരച്ചിലിനായി എത്തിയത്. വിഴിഞ്ഞത്ത് ഉൾക്കടലിൽ വള്ളം മറിഞ്ഞ് കാണാതായ ജോൺ മത്തിയാസിനായുള്ള കോസ്റ്റ് ഗാർഡിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും തിരച്ചിൽ തുടരുന്നു. സ്കൂബ ഡൈവേഴ്സിനെ കൊണ്ടുവന്ന് രാവിലെ മുതൽ തിരച്ചിൽ നടത്തുമെന്ന മന്ത്രി CP ജോണിന്റെ വാഗ്ദാനം പാഴായി. അതുകൊണ്ട് തന്നെ നേരത്തെ നിശ്ചയിച്ച പ്രകാരം രാവിലെ 5:30 മണി മുതൽ തന്നെ മുതലപ്പുഴയിലും വിഴിഞ്ഞത്തും മത്സ്യത്തൊഴിലാളികൾ തിരച്ചിൽ തുടങ്ങി. സർക്കാരിന്റെ അലംഭാവം തുടരുന്നതായും മന്ത്രിമാർ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ലെന്നും മുതലപ്പുഴയിലെത്തിയ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. എന്തുറപ്പാണിത്? ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടോ? ഒരു ഗവൺമെന്റ് ഉണ്ടോ? ആ ഗവൺമെന്റ് നാഥനുണ്ടോ? എല്ലാ വകുപ്പും പരാജയപ്പെട്ടിരിക്കുന്നു. ഫിഷറീസ് വകുപ്പ്, റവന്യൂ വകുപ്പ്, പൊതുഭരണ വകുപ്പ് എന്ന് വേണ്ട എല്ലാ വകുപ്പുകളും ഒരുപോലെ പരാജയപ്പെട്ടിരിക്കുന്നു. രാവിലെ വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും തിരച്ചിൽ തുടങ്ങിയതായാണ് ഫിഷറീസ് വകുപ്പ് പറയുന്നത്. കഴിഞ്ഞ 31-നാണ് മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് ഷിജിനെയും വിഴിഞ്ഞത്ത് ഉൾക്കടലിൽ വള്ളം മറിഞ്ഞ് ജോൺ മത്തിയാസിനെയും കാണാതായത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുതലപ്പുഴയിൽ കാണാതായ ഷിജിനെ കണ്ടെത്താൻ സ്കൂബ ടീം തിരച്ചിൽ ആരംഭിച്ചു. ആദ്യത്തെ ഓപ്പറേഷനാണ് ഇതെന്നും റിസ്ക് ഏറെ ഉണ്ടെന്നും സ്കൂബ സംഘം അമൃത വാർത്തകളോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി എബി ചേരുകയാണ്. എബി, പുലർച്ചെ മുതൽ സ്കൂബ ടീം തിരച്ചിൽ നടത്തുമെന്നൊക്കെയാണ് അധികൃതരിൽ നിന്ന് അറിഞ്ഞിരുന്നത്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. ഉച്ചയോടെയാണ് സ്കൂബ ടീം എത്തിയത്, അല്ലേ? ഇന്ന് രാവിലെ 5:30 കൂടി തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിന് സ്കൂബ ടീമിന്റെ ഒരു അസിസ്റ്റ് ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ആ നിലയ്ക്കുള്ള സംഗതികൾ ഉണ്ടായില്ല. പക്ഷേ ഉച്ചയ്ക്ക് 12:30-ക്ക് ശേഷം സ്കൂബ ടീം എത്തി. വളരെ വേഗം തന്നെ അവർ തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ മുതലപ്പുഴയിലെ ആ ഭാഗത്താണ് ഇപ്പോൾ അവരുടെ പരിശോധന നടക്കുന്നത്. 4 പേരടങ്ങുന്ന സംഘമാണ്. സ്കൈലൈൻ സ്കൂബ ടീം സ്പോർട്സ് എന്ന സംഘമാണ് ഇപ്പോൾ ഈ ഒരു ഉദ്യമത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അവരുടെ ആദ്യത്തെ ഒരു ഓപ്പറേഷൻ കൂടിയാണ് എന്നുള്ളതാണ് അവർ നമ്മളോട് വ്യക്തമാക്കിയത്. വളരെ
റിസ്ക് ഉള്ള ഒരു സാഹചര്യം കൂടിയാണ്. കടലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊരു കാര്യം കൂടി അവർ പറഞ്ഞു. എന്തായാലും വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെയാണ്, അതായത് ഷിജിനെ കണ്ടെത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഈ ഗ്രൂപ്പും വ്യക്തമാക്കുന്നത്. കുടുംബത്തിനും ആ നിലയ്ക്കുള്ള ഒരു പ്രതീക്ഷയാണ് നിലവിലുള്ളത്. കാരണം കഴിഞ്ഞ 9 ദിവസമായി ഇവർ ഒരു വലിയ കാത്തിരിപ്പിൽ തന്നെയായിരുന്നു. ആ കാത്തിരിപ്പിന് ഇന്നത്തോടുകൂടി ഏതാണ്ട് പര്യവസാനം ഉണ്ടാകും എന്നതാണ് കുടുംബവും പ്രതീക്ഷയായി പങ്കുവയ്ക്കുന്നത്. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. 3 ബോട്ടുകളിലായിട്ടും ഒപ്പം തന്നെ ഫിഷറീസ് വകുപ്പിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു ബോട്ടിലുമാണ് ഇപ്പോൾ പരിശോധന ഈ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ ഹെലികോപ്റ്ററിൽ ഉൾപ്പെടെ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ വിവിധ സംഘങ്ങളായി തന്നെ ഈ തെരച്ചിൽ ആരംഭിച്ചിരുന്നു. മത്സ്യത്തൊഴിലാളികൾ അവർ കഴിഞ്ഞ 9 ദിവസമായി സമാനമായ രീതിയിലുള്ള തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് സമാനമായ രീതിയിൽ തന്നെ വിഴിഞ്ഞത്തും ഇത്തരത്തിൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. മായ എബിയാണ് മുതലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 9ാം ദിവസവും തുടരുകയാണ്. പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തി തെരച്ചിൽ ശക്തമാക്കി. ഡ്രോൺ പരിശോധനയും കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററും തെരച്ചിൽ തുടരുകയാണ്. അതേസമയം സംഭവത്തെ തുടർന്ന് നീണ്ടകര ഫിഷറീസ് സ്റ്റേഷനിൽ അസിസ്റ്റന്റ് ഡയറക്ടർ തസ്നീമ ബിഗത്തെ സ്ഥലം മാറ്റി. തെരച്ചിൽ ശക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട ഗൗതം കൃഷ്ണയുടെ അമ്മയുമായി നടന്ന ചർച്ചയ്ക്കിടെ നടത്തിയ പരാമർശമാണ് സ്ഥലം മാറ്റത്തിന് കാരണമായത്. അപകടത്തിൽ ഫിഷറീസ് വകുപ്പിന് പരാതി നൽകിയില്ല എന്നായിരുന്നു ഉദ്യോഗസ്ഥർ നടത്തിയ പ്രതികരണം. ഇത് ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി ഷിബു ബേബി ജോൺ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം ഗൗതം കൃഷ്ണയുടെ ബന്ധുക്കൾക്ക് ഉറപ്പു നൽകിയിരുന്നു. കൊല്ലത്തെ ഫിഷറീസ് ഓഫീസിലേക്കാണ് സ്ഥലം മാറ്റിയത്. കഴിഞ്ഞ ജൂലൈ 31-നാണ് ഗൗതം കൃഷ്ണ ഉൾപ്പെടെ 14 പേർ സഞ്ചരിച്ച മത്സ്യബന്ധന വള്ളം കടലിൽ മറിഞ്ഞ് അപകടമുണ്ടായത്. ഗൗതം കൃഷ്ണയുടെ അച്ഛനും അപ്പൂപ്പനും ഈ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. ഇവരുടെ മൃതദേഹങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ലഭിച്ചെങ്കിലും ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പ്രളയം നേരിടുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടുവെന്ന് മുൻ മന്ത്രി വി.എൻ. വാസവൻ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിലെ അപര്യാപ്തതയാണ് വെളിവായത്. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനം ഏറ്റവും കൂടുതൽ കെടുതികൾ ഉണ്ടായതും കോട്ടയം ജില്ലയിലാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ശേഷം വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ആൾനാശം ഒഴിവാക്കാൻ കഴിയുമായിരുന്നുവെന്നും വി.എൻ. വാസവൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഉൾപ്പെടെ ചെയ്തിരുന്നെങ്കിൽ പൂഞ്ഞാർ തെക്കേക്കര ഭാഗത്ത് മണ്ണിടിച്ചിൽ സാധാരണ ഉണ്ടാകുന്നൊരു പ്രദേശമായിരുന്നു. അവിടുത്തെ ആൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നെങ്കിൽ മാറി താമസിക്കാൻ കഴിയുമായിരുന്നു, ആൾനാശം ഒഴിവാക്കിയെടുക്കാൻ കഴിയുമായിരുന്നു. അതുണ്ടായില്ല. മാത്രമല്ല, പുലർച്ചെ 2:30 മണിക്കുണ്ടായ ആ ദുരന്തത്തിൻ്റെ ഭാഗമായി ഈരാറ്റുപേട്ട ടൗണിൽ ഭയാനകമായ രൂപത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. 2 നില കെട്ടിടം ഉൾപ്പെടെ മുങ്ങിപ്പോയി. 320ഓളം കടകളിലെ മുഴുവൻ സാധനങ്ങളും നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് വന്ന് വൻ നാശനഷ്ടം ഉണ്ടായ ഒരു സംഭവമാണ് ഈരാറ്റുപേട്ട ടൗൺ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ്. കാലാവസ്ഥാ മുന്നറിയിപ്പ് കാര്യക്ഷമമായി ജനങ്ങളെ അറിയിച്ചിട്ടില്ല. ഭരണ സംവിധാനങ്ങൾ ജാഗ്രതയോ മുൻകരുതലുകളോ സ്വീകരിച്ചിട്ടില്ല എന്നും കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉൾപ്പെടെ അടിയന്തര സഹായം ലഭ്യമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ പ്രളയ ദുരിതം ഒരാഴ്ച പിന്നിട്ടു. തിരുവാർപ്പ്, കുമരകം, ഐമനം, അർപ്പൂക്കര, വിജയപുരം പഞ്ചായത്തുകളുടെയും കോട്ടയം നഗരസഭകളുടെയും താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ജില്ലയിലെ പ്രധാന റോഡുകളിൽ ഗതാഗത തടസ്സം നീങ്ങിയെങ്കിലും ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് ഇപ്പോഴും വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. 13,000-ഓളം ആളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ദിവസങ്ങളോളം ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത് നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കും. റോഡുകളുടെയും കെട്ടിടങ്ങളുടെയും ബലക്ഷയത്തിന് വെള്ളക്കെട്ട് കാരണമാകും. അതോടൊപ്പം പകർച്ചവ്യാധി ഭീഷണിയും ഉയരുന്നുണ്ട്. അതേസമയം 2 ദിവസം കൂടി മഴ തുടരുമെന്ന മുന്നറിയിപ്പ് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നു. തമിഴ്നാട് കമ്പം താഴ്വരയിലെ കൃഷിഭൂമിയിലേക്ക് വെള്ളം തുറന്നുവിടുന്നതിനാണ് തേക്കടി ഷട്ടർ തുറന്നത്. കേരളത്തിന് ആവശ്യമായ അരിയും പച്ചക്കറികളും നൽകുന്നതിനാണ് മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയർത്താൻ തമിഴ്നാട് ആവശ്യപ്പെടുന്നതെന്ന് കമ്പം MLA ജഗന്നാഥ മിശ്ര പറഞ്ഞു. 2 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട് വെള്ളമെടുത്തു തുടങ്ങി. സാധാരണ ജൂൺ 1-ാം തീയതി മുതലാണ് മുല്ലപ്പെരിയാർ വെള്ളം തമിഴ്നാട്ടിലേക്ക് കാർഷിക ആവശ്യത്തിനായി എടുത്തിരുന്നത്. എന്നാൽ ഇത്തവണ
ഓഗസ്റ്റിൽ മാത്രമാണ് വെള്ളം കൊണ്ടുപോകാൻ തമിഴ്നാടിന് കഴിഞ്ഞത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളമെത്തുന്നതോടെ മാസങ്ങളായി കടുത്ത പ്രതിസന്ധിയിലായിരുന്ന തമിഴ്നാട്ടിലെ കർഷകർക്ക് ഇത് വലിയ ആശ്വാസമാകും. തേനി MP തങ്കത്തമിഴ് സെൽവന്റെയും കമ്പം MLA ജഗന്നാഥ മിശ്രയുടെയും സാന്നിധ്യത്തിലാണ് ഷട്ടറുകൾ തുറന്നത്. ഇതിനു മുന്നോടിയായി തമിഴ് കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകൾ നടത്തി. മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം കമ്പം MLA ജഗന്നാഥ മിശ്ര ആവർത്തിച്ചു. அதனால் ஹெல்ப்பை கேரளா கவர்மெண்ட் ஆலோசித்து ஹெல்ப்பை இந்த கழிவு நீரை முல்லை பெரியார் குடிநீரில் கலக்கம் நோக்கணும். രണ്ട് ഗവൺമെന്റുമേ സംസാരിച്ചിട്ട് ഇരിക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പും നീരൊഴുക്കും കൃത്യമായി വിലയിരുത്തിയ ശേഷമാണ് വെള്ളം തുറന്നുവിടാനുള്ള അന്തിമ തീരുമാനം തമിഴ്നാട് അധികൃതർ കൈക്കൊണ്ടത്. കമ്പം താഴ്വരയിലെ കർഷക സംഘടനകൾ ദീർഘനാളുകളായി ഉന്നയിച്ചിരുന്ന ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമാകുന്നത്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. കാസർഗോഡ് LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ സ്വാതന്ത്ര്യദിന ക്വിസിലെ ചോദ്യോത്തരം വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന ചോദ്യത്തിന് ഉത്തരമായി VD സവർക്കർ എന്ന് നൽകിയത് പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ്. സംഭവത്തിൽ ചോദ്യാവലി തയ്യാറാക്കിയ അധ്യാപകർക്ക് എതിരെ വകുപ്പുതല അന്വേഷണം ആവശ്യപ്പെട്ട് മഞ്ചേശ്വരം MLAയും MSF നേതൃത്വവും രംഗത്തെത്തി. RSS അജണ്ടയുടെ ഭാഗമായി തെറ്റായ ചരിത്രം പ്രചരിപ്പിക്കുകയാണെന്ന് KM അഷ്റഫ് MLA ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. മഞ്ചേശ്വരം, കുമ്പള, കാസർഗോഡ് ഉപജില്ലകളിലെ വിദ്യാലയങ്ങളിൽ LP വിഭാഗം വിദ്യാർത്ഥികൾക്കായി നടത്തിയ സോഷ്യൽ സയൻസ് ക്ലബ്ബ് ക്യൂസ് മത്സരത്തിലാണ് VD സവർക്കറെ പുകഴ്ത്തിയ വിവാദത്തിന് വഴി തുറന്ന ചോദ്യമുള്ളത്. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന ചോദ്യത്തിന് ഉത്തരമായി VD സവർക്കർ എന്ന് നൽകിയത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് RSS അജണ്ട നടപ്പാക്കി കാവ്യവൽക്കരിക്കാനുള്ള നീക്കമെന്നാണ് MSF നേതൃത്വവും മഞ്ചേശ്വരം MLAയും ആരോപിക്കുന്നത്. ചോദ്യാവലി തയ്യാറാക്കിയ അധ്യാപകർക്കെതിരെ അന്വേഷണം നടത്തി കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് MSF നേതൃത്വം ആവശ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് UDF ആണ്, മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ്. സ്വാഭാവികമായിട്ടും ഈ വകുപ്പ് തലത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് തലത്തിൽ ഏതെങ്കിലും രീതിയിൽ വിവാദം ഉണ്ടാക്കാനുള്ള ഗൂഢശ്രമം ഇതിന്റെ പിന്നിലുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ശക്തമായ അന്വേഷണം തിരക്കെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് മാപ്പപേക്ഷകൾ നൽകി പെൻഷൻ കൈപ്പറ്റി ജയിൽ മോചിതനായ ഒരാളെ ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച വിപ്ലവകാരിയാക്കി കുട്ടികളുടെ മനസ്സിൽ സ്ഥാപിച്ചെടുക്കുന്നത് RSS അജണ്ടയുടെ ഭാഗമെന്ന് മഞ്ചേശ്വരം MLA AK അഷ്റഫ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയും സംസ്ഥാന സർക്കാരിനെയും അപമാനിക്കുവാനായി മനഃപൂർവ്വം തയ്യാറാക്കിയ ചോദ്യാവലി എന്ന് MLA സംശയിക്കുന്നു. വിഷയത്തിൽ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് MLA പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, കാസർഗോഡ്. കാസർഗോഡ് LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ സ്വാതന്ത്ര്യദിന ക്വിസ് ചോദ്യാവലി വിവാദത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ VD സവർക്കറെ പുകഴ്ത്തിയുള്ള വിവാദ ചോദ്യോത്തരം സംബന്ധിച്ച് AEOമാരോട് റിപ്പോർട്ട് തേടി. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ വിശദീകരണം നൽകാനാണ് വകുപ്പുതല നിർദ്ദേശം. കാസർഗോഡ്, കുമ്പള, മഞ്ചേശ്വരം AEOമാർ അടിയന്തരമായി റിപ്പോർട്ട് നൽകണം. സ്വാതന്ത്ര്യദിന ക്വിസിൽ VD സവർക്കറുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരം എങ്ങനെ ഉൾപ്പെട്ടു എന്ന കാര്യത്തിൽ പരിശോധന നടത്തുവാനും വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ ക്വിസിലെ VD സവർക്കറെ പുകഴ്ത്തുന്ന ചോദ്യാവലി വിവാദത്തിൽ പ്രതികരണവുമായി MK മുനീർ. ഇന്ത്യയെ ശിഥിലീകരിക്കാൻ ശ്രമിച്ച ആളാണ് സവർക്കർ എന്നും ചോദ്യം വന്നത് വളരെ ഗൗരവത്തോടെ കാണണമെന്നും മുനീർ കോഴിക്കോട് പറഞ്ഞു. സവർക്കറെ ദേശസ്നേഹിയാക്കുന്നത് RSS BJP അജണ്ടയാണ്. ഇതിന്റെ ഉത്തരവാദികൾ ആരെന്ന് കണ്ടെത്തണമെന്നും മുനീർ പറഞ്ഞു. ഒളിവിൽ നിന്ന് ആഭ്യന്തരമന്ത്രിയെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും അടക്കം വെല്ലുവിളിച്ച് ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കി. തൃശൂർ കേന്ദ്രീകരിച്ച് തിരച്ചിൽ ഊർജിതമാണ്. അതിനിടെ അർജുൻ ആയങ്കി മലപ്പുറത്തെ എടപ്പാളിലെത്തിയ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അർജുൻ ആയങ്കിക്ക് ഒളിവിൽ കഴിയാൻ സഹായം നൽകിയ 4 പേർ മലപ്പുറത്ത് അറസ്റ്റിലായി. വട്ടംകുളം സ്വദേശികളായ 4 പേരെയാണ് ചങ്കരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളുമായി അർജുൻ സജീവമാണ്.
മുട്ടിന് വെടിവെച്ചാലും മുട്ടുകുത്തില്ലെന്നും തന്നെ ഇങ്ങനെയാക്കിയത് സിസ്റ്റമാണെന്നും അർജുൻ പറയുന്നു. ഒളിവിൽ കഴിയുന്ന അർജുൻ നായങ്കിക്കെതിരെ വീണ്ടും കേസെടുത്തു. മുഖ്യമന്ത്രിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതിന് എറണാകുളം റൂറൽ പോലീസാണ് പുതിയ കേസെടുത്തത്. നിലവിൽ ഒളിവിലുള്ള ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇടുന്നത് തുടരുകയാണ്. മുഖ്യമന്ത്രിയെ പൊതുമധ്യത്തിൽ അപമാനിച്ചു എന്നാണ് ആലുവ സൈബർ പോലീസ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത്. ഒളിവിലായ ആയങ്കിക്ക് വേണ്ടി വ്യാപകമായ തിരച്ചിൽ നടക്കുകയാണ്. ഒളിവിലിരിക്കെ ഇടുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അർജുൻ തന്നെയാണോ ഇടുന്നത് അതോ മറ്റാരെങ്കിലുമാണോ എന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. ശബരിമല നെയ്യ് ക്രമക്കേട് കേസിൽ രേഖകളുടെ പ്രാഥമിക പരിശോധന ആരംഭിച്ച വിജിലൻസ്. മിൽമയ്ക്ക് കരാർ നൽകിയതിന്റെ വിവരശേഖരണം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. ഈ കരാറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു നൽകിയ ശുപാർശയും ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ വിശദമായി പരിശോധിക്കും. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും ബോർഡ് അംഗമായിരുന്ന അജികുമാറിന്റെയും അറസ്റ്റും വൈകാതെ രേഖപ്പെടുത്തും. ദേവസ്വം ബോർഡിലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കെന്ന നിഗമനത്തിലാണ് വിജിലൻസ്. കേസിന്റെ എഫ്ഐആർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. വൈകാതെ PS പ്രശാന്തിനെയും അജികുമാറിനെയും ചോദ്യം ചെയ്യാനാണ് വിജിലൻസ് സംഘത്തിന്റെ തീരുമാനം. ടെൻഡർ റദ്ദാക്കി മിൽമയ്ക്ക് കരാർ നൽകിയതിലൂടെ ദേവസ്വം ബോർഡിന് 2,27 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് വിജിലൻസിന്റെ എഫ്ഐആർ. ശബരിമല നെയ്യ് ക്രമക്കേട് വിഷയത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തുമെന്ന് ദേവസ്വം മന്ത്രി K മുരളീധരൻ. ദേവസ്വം വിജിലൻസ് കമ്മീഷണറുടെ കത്ത് ഉടൻ ലഭിക്കും. കത്ത് കിട്ടിയാൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കും. കുറ്റം ചെയ്തവരെയാണ് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ടീം അന്വേഷിക്കും. ഭക്തജനങ്ങളുടെ കാശ് കെട്ടവരെ സർക്കാർ വെറുതെ വിടില്ല എന്നും മന്ത്രി തൃശ്ശൂരിൽ പറഞ്ഞു. അത് ഞാൻ പറയാം, അക്കാര്യത്തിൽ സംശയം വേണ്ട. ഇന്നോ നാളെയായിട്ട് ദേവസ്വം വിജിലൻസ് കമ്മീഷണറെ കത്ത് കയ്യിൽ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കും. ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കേണ്ടത്. കാരണം മറ്റൊന്നുമല്ല, വിജിലൻസ് സാമ്പത്തിക ക്രമക്കേടാണ്. കുറ്റം ചെയ്ത് അന്വേഷിക്കണമെങ്കിൽ ക്രൈംബ്രാഞ്ച് വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ആഭ്യന്തരമന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ കത്ത് നൽകിയാൽ ഉടൻ ക്രൈംബ്രാഞ്ചിന്റെ സ്പെഷ്യൽ ടീമിനെ ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിക്കും. അന്വേഷണം നടക്കും. ആ ക്രൈംബ്രാഞ്ച് തന്നെ ഞങ്ങൾ അന്വേഷിപ്പിക്കും. ഒരു മയം അക്കാര്യത്തിലില്ല. ഭക്തജനങ്ങളുടെ കാശ് കക്കുന്ന ഒരാളെ പോലും സർക്കാർ വെറുതെ വിടില്ല. പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിൽ രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് ശശി തരൂർ MP. CJP ഉന്നയിച്ച അതേ വിഷയം തന്നെയാണ് ഏറ്റെടുത്തത് എങ്കിലും രാഹുലിന് കാര്യമായ ചലനമുണ്ടാക്കാനായില്ല. രാഹുലിന്റെ സംവാദ പരിപാടി ചാത്രോം കി ഗുഞ്ചിന് ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ ആയില്ല എന്നും തരൂർ വിമർശിച്ചു. കോൺഗ്രസ് പുനർവിചിന്തനം നടത്തണമെന്നും ശശി തരൂർ വ്യക്തമാക്കി. പരീക്ഷാ ക്രമക്കേടുകൾ കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കുമ്പോഴാണ് വിഷയത്തിൽ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും കാര്യമായ ചലനമുണ്ടാക്കാനായില്ല എന്ന വിമർശനം മുതിർന്ന നേതാവും MP-യുമായ ശശി തരൂർ ഉന്നയിച്ചത്. കോക്രോച്ച് ജനതാ പാർട്ടി ഉയർത്തിയ വിഷയങ്ങൾ അതിനു മുൻപ് കോട്ടയിലെ സംവാദ പരിപാടിയിൽ രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിരുന്നു. എന്നാൽ കൗതുകമെന്ന് പറയട്ടെ, രാഹുലിന്റെ സംവാദ പരിപാടി ചാത്രോം കി ഗുഞ്ചിന് വേണ്ടത്ര ശ്രദ്ധ ലഭിച്ചില്ല. ജൻസികളുടെ വിഷയങ്ങൾ പ്രതിഫലിപ്പിക്കാനും ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാനും രാഹുലിന്റെ ചാത്രോം കി ഗുഞ്ചിനായില്ലെന്നും ശശി തരൂർ കുറ്റപ്പെടുത്തി. മുംബൈയിലെ ഒരു സംവാദ പരിപാടിയിലായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം. The established parties will cease to be relevant unless they can listen to the new voices that they haven't heard so far. And I think, frankly, we should have started hearing them already with this. Interestingly enough, the issues taken up by the CJP and the Jantar Mantar protesters had been taken up by us earlier. We had a Chatron Ki Gunj thing where Rahul Gandhi was addressing students about the paper leaks, about the thing. And that's why we need to ask ourselves, what did we fail to do? Did we fail to listen? Did we fail to tap into the old cliche of having your finger on the pulse of the people? Was our finger missing from the pulse of Gen Z? യുവാക്കളെ കേട്ടില്ലെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അപ്രസക്തമാകും. കോൺഗ്രസ് ഇക്കാര്യത്തിൽ പുനർചിന്തനം നടത്തണമെന്നും ശശി തരൂർ പറഞ്ഞു. BJPക്ക് പുതിയ തലമുറയെ കേൾക്കുന്നതിൽ പോരായ്മ വന്നുവെന്ന് മനസ്സിലാക്കി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പുതിയ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നും ശശി തരൂർ ചൂണ്ടിക്കാട്ടി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാജ്യതലസ്ഥാനത്ത് പ്രക്ഷോഭങ്ങൾക്ക് വേദിയാകുന്ന ജന്തർ മന്ദർ പ്രദേശം അടച്ചിടുന്ന കാര്യം എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്ന് ഡൽഹി ഹൈക്കോടതി ചോദിച്ചു. പ്രതിഷേധത്തിന് അനുമതി തേടിക്കൊണ്ടുള്ള ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ പരാമർശം. സമരങ്ങൾ ജനങ്ങളുടെ സാധാരണ ജീവിതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ആകരുത് എന്നും കോടതി നിരീക്ഷിച്ചു.
ഡൽഹിയിൽ പ്രതിഷേധങ്ങൾ നടക്കാറുള്ള ജന്തർ മന്ദിർ പ്രദേശം പൂർണ്ണമായും അടച്ചിടുന്ന കാര്യം എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്ന് ഡൽഹി ഹൈക്കോടതി പോലീസിനോട് ചോദിച്ചു. നഗരമധ്യത്തിലെ ഇത്തരം പ്രതിഷേധങ്ങൾ കാരണം നഗരത്തെ അനാവശ്യമായി ബന്ദിയാക്കുന്ന സാഹചര്യമുണ്ടാകാൻ പാടില്ല. സാധാരണ ജനജീവിതം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സമരകേന്ദ്രങ്ങൾ വേണമോ എന്ന് സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്നും ജസ്റ്റിസ് അമിത് മഹാജൻ വാക്കാൽ പരാമർശിച്ചു. ഓൾ ഇന്ത്യ ദലിത് ക്രിസ്ത്യൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി ജന്തർ മന്ദിറിൽ പ്രതിഷേധ പ്രകടനത്തിന് അനുമതി തേടി സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയായിരുന്നു ജസ്റ്റിസ് അമിത് മഹാജന്റെ പരാമർശങ്ങൾ. വിഷയം നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ടെന്നും ഇക്കാര്യം സർക്കാർ പരിശോധിക്കാമെന്നും സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശം തങ്ങൾക്കുണ്ടെന്ന് ഹർജിക്കാരന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. അത് ശരിയാണെങ്കിലും സമരത്തിന്റെ പേരിൽ നഗരത്തിലെ ജനങ്ങളുടെ സാധാരണ ജീവിതം തടസ്സപ്പെടുത്തരുതെന്നും കോടതി വ്യക്തമാക്കി. കൂടാതെ സ്വാതന്ത്ര്യദിനം അടുത്തുവരുന്ന സാഹചര്യത്തിൽ സുരക്ഷ മുൻനിർത്തി പ്രദേശത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇടുക്കി മലങ്കര ജലാശയത്തിലേക്ക് രാസമാലിന്യം ഒഴുകിയെത്തിയതിനെ തുടർന്ന് ഇളം ദേശത്ത് പ്രവർത്തിക്കുന്ന ഹൈ ലെയർ വുഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പ്ലൈവുഡ് ഫാക്ടറി ഉടൻ പൂട്ടാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരവിട്ടു. കളക്ടറുടെ ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ പോലീസിനും തദ്ദേശ സ്വയംഭരണ വകുപ്പിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫാക്ടറിയിലെ തെർമിക് മോട്ടറിലുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്ന് പുറത്തേക്ക് ഒഴുകിയ ഓയിൽ മഴവെള്ളത്തോടൊപ്പം വടക്കനാറിലൂടെ മലങ്കര ജലാശയത്തിൽ കലരുകയായിരുന്നു. ഇതേ തുടർന്ന് ജലാശയത്തിൽ നിന്നുള്ള കുടിവെള്ള പമ്പിംഗ് നിർത്തിവെച്ചു. സംഭവത്തിൽ കാഞ്ഞാർ പോലീസ് കമ്പനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. PM ശ്രീ വിഷയത്തിൽ എല്ലാ വശങ്ങളും പരിശോധിച്ചാവും സബ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുക എന്നും കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തിന് ഭംഗം വരുത്തുന്ന രീതിയിൽ സർക്കാർ പ്രവർത്തിക്കില്ല എന്നും MK മുനീർ കോഴിക്കോട് പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ അടിച്ചേൽപ്പിക്കില്ല. കേരളത്തിന് കേരളത്തിൻ്റെതായ മാതൃകയുണ്ട് എന്നും മുനീർ കൂട്ടിച്ചേർത്തു. ബംഗളൂരുവിൽ KSRTC ബസ് മറിഞ്ഞ് മരണപ്പെട്ട ഡ്രൈവർ വെള്ളയി സ്വദേശി മിഥിലേഷിന് വിശ്രമമില്ലാതെ ഡ്യൂട്ടി നൽകിയിരുന്നതായി പരാതി. ബദൽ ഡ്രൈവറായ മിഥിലേഷ് മൈസൂർ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയതിന് പിന്നാലെ ബംഗളൂരു സർവീസിന് വിളിപ്പിക്കുകയായിരുന്നു. ബംഗളൂരു രാമനഗര ബിഡതിയിൽ രാവിലെ ഉണ്ടായ അപകടത്തിൽ കോഴിക്കോട് കോവൂർ സ്വദേശിയായ കണ്ടക്ടർ അരുണും മരണപ്പെട്ടു. കോഴിക്കോട് ബംഗളൂരു KSRTC ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് മരണപ്പെട്ട ബദൽ ഡ്രൈവർ മിഥിലേഷിന് വിശ്രമമില്ലാതെ ഡ്യൂട്ടി നൽകിയിരുന്നതായാണ് പരാതി. കഴിഞ്ഞ ദിവസം മൈസൂർ ഡ്യൂട്ടി കഴിഞ്ഞെത്തിയ മിഥിലേഷിനെ ഇന്നലെ ബംഗളൂരു ഡ്യൂട്ടിക്ക് വീണ്ടും വിളിപ്പിക്കുകയായിരുന്നു. ഈ സർവീസിനിടെയാണ് അപകടത്തിൽ മരണപ്പെട്ടത്. മിഥിലേഷിനൊപ്പം കണ്ടക്ടർ അരുണും മരണപ്പെട്ടു. മൈസൂർ പോയി രാവിലെ എത്തിയിട്ടുള്ളൂ. രാവിലെ എത്തി, പിന്നെ ഇന്നലെ ഉറങ്ങിയിട്ട് 9:30 നമ്മളാണ് ട്രിപ്പ് പോയത്. പിന്നെ രാവിലെ അറിയണേ മറ്റേ സംഭവമൊക്കെ. എന്നെ ഒരു 9:30 വിളിച്ചിന് വണ്ടി എടുക്കാറുണ്ട്. വെള്ളയിൽ സ്വദേശിയായ മിഥിലേഷ് സ്വകാര്യ ബസ്സിലെ ഡ്രൈവറായിരുന്നു. ഇടക്കാലത്താണ് KSRTCയുടെ ബദൽ ഡ്രൈവറായി കയറിയത്. ബിഗതിയിലെ രാവിലെ 6:40 അപകടം. നിയന്ത്രണം വിട്ട ബസ് റോഡരികിലെ സൂചനാ ബോർഡ് ഇടിക്കുകയും തുടർന്ന് തല കീഴായി മറിയുകയുമായിരുന്നു. മിഥിലേഷിന്റെ മൃതദേഹം ബാംഗ്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ്. ഉടൻ നാട്ടിലെത്തിക്കും. അപകടത്തിൽ നിരവധി യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 100% തീരുവ ചുമത്താനുള്ള തീരുമാനത്തിന് അമേരിക്കൻ സെനറ്റ് അംഗീകാരം നൽകി. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള 5 രാജ്യങ്ങൾക്കാണ് അധിക തീരുവ ചുമത്തിയത്. ഇന്ത്യ, ചൈന, സ്ലോവാക്യ, ഹംഗറി, അസർബൈജാൻ എന്നീ രാജ്യങ്ങളാണ് റഷ്യയിൽ നിന്ന് കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന പ്രധാന രാജ്യങ്ങൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ ഉപരോധം ഏർപ്പെടുത്താനും സെനറ്റ് വ്യവസ്ഥ ചെയ്തു. ജനപ്രതിനിധി സഭയുടെ അംഗീകാരം കൂടി ലഭിച്ചാൽ അധിക തീരുവ ചുമത്തിയ ബില്ല് പ്രാബല്യത്തിൽ വരും. ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായുള്ള ത്രിദിന സന്നാഹ മത്സരത്തിന്റെ 2ാം ദിനം ശ്രീലങ്കൻ ബോർഡ് 11 എതിരെ ഇന്ത്യ 2 വിക്കറ്റിന് 107 റൺസ് എന്ന നിലയിൽ. നേരത്തെ ശ്രീലങ്ക 8 വിക്കറ്റിന് 363 റൺസ് എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തിരുന്നു. വലതുവിരലിന് പരിക്കേറ്റ നായകൻ ശുമാൻ ഗില്ലിന്റെ അഭാവത്തിൽ KL രാഹുലാണ് ഈ മത്സരത്തിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. ഓപ്പണിംഗ് ബാറ്റർമാരുടെ കരുത്തിലാണ് ശ്രീലങ്ക ഇന്ത്യക്കെതിരെ റൺസ് അടിച്ചുകൂട്ടിയത്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.